ഇലക്ഷൻ്റെ ചൂടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കാണും അല്ലേ? അപ്പോൾ ഈ ഇലക്ഷൻ്റെ ചൂടിലേക്ക് ഇറങ്ങിയ സമയത്ത് കുറേയധികം കമ്മ്യൂണിക്കേഷൻസും ക്യാമ്പയിൻസും ഒക്കെ കണ്ടു കാണും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മോഡിക്ക് ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഫ്രണ്ടിലേക്ക് ഓൾറെഡി വന്നു. നിങ്ങളത് കണ്ടു കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതുപോലെ തന്നെ മുൻ കാലഘട്ടങ്ങളിൽ പല ക്യാമ്പയിൻസും വന്നിട്ടുണ്ട്. LDF വരും എല്ലാം ശരിയാകും, ഒരു കാലഘട്ടത്തിൽ തിളങ്ങി നിന്നിട്ടുള്ള ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൽ ഓർമ്മയിലുള്ള ഒരു ക്യാമ്പയിനാണ് LDF വരും എല്ലാം ശരിയാകും. ഈ ക്യാമ്പയിൻസിലെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ LDF വരും എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ ക്യാമ്പയിൻ റൺ ചെയ്ത കാലത്ത് UDFനും ഉണ്ടായിരുന്ന ഒരു ക്യാമ്പയിൻ കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് കാര്യമായിട്ട് ഓർമ്മയൊന്നുമില്ല കേട്ടോ. പല ആളുകൾക്കും അത് ഓർമ്മയുണ്ടാകത്തില്ല, ചില ആളുകൾക്ക് പക്ഷേ ഓർമ്മയുണ്ടാവും. ഞാൻ അതിനകത്ത് തെറ്റ് പറയുന്നില്ല. അപ്പോൾ ഈ ക്യാമ്പയിൻ കമ്മ്യൂണിക്കേഷൻസ് നല്ല രീതിയിലാണെങ്കിൽ, ആളുകളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണമെങ്കിൽ, അത് വീണ്ടും വീണ്ടും ഓർമ്മയിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പ്രത്യേകത വേണം. അത് ഏറ്റവും സിമ്പിൾ ആയിരിക്കണം. പലപ്പോഴും പല കമ്മ്യൂണിക്കേഷൻസും വളരെ കോംപ്ലിക്കേറ്റഡ് ആയി കഴിയുമ്പോഴാണ് ആളുകളുടെ മനസ്സിലേക്ക് നിലനിന്ന് പോകാത്തത്. അപ്പം ഏറ്റവും സിമ്പിളായിട്ട് ഇത് വന്നു കഴിയുമ്പോഴാണ് നമ്മളുടെയൊക്കെ മനസ്സ് നിലനിന്ന് പോകുന്നത്. എനിക്ക് തോന്നുന്നു LDF വരും എല്ലാം ശരിയാവും എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞിട്ട് വർഷങ്ങളായി. ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങൾ പലരുടെയും മനസ്സിൽ അതുണ്ടാവും. പലപ്പോഴും ട്രോളിലൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും നമ്മളത് കേൾക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ക്യാമ്പയിൻ കമ്മ്യൂണിക്കേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ സിംപ്ലിസിറ്റി തന്നെയാണ്. ഇപ്പം നമ്മളുടെ മുന്നിലേക്ക് വരുന്ന ക്യാമ്പയിൻസ് എല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ ക്യാമ്പയിൻസ് നമ്മുടെ മനസ്സിൽ നിൽക്കും, മറ്റ് ക്യാമ്പയിൻസ് തടയപ്പെടും തീർച്ചയായിട്ടും. ഇത് ഈ പറയുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ പൊളിറ്റിക്സ്, ഇലക്ഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഞാൻ പറയുന്നത്. പ്രധാനമായിട്ട് നമ്മളുടെ ബിസിനസ്സിൽ പലതരത്തിലുള്ള ക്യാമ്പയിൻസ് റൺ ചെയ്യാറുണ്ട് അല്ലേ? നിങ്ങൾ ഓർത്ത് നോക്കിയേ, നിങ്ങളുടെ ബിസിനസ്സിൽ ഏറ്റവും അവസാനമായിട്ട് വന്നിട്ടുള്ള ക്യാമ്പയിൻസിലെ കമ്മ്യൂണിക്കേഷൻ എന്തായിരുന്നു? അത് സിമ്പിളായിരുന്നോ? ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുവാണെങ്കിൽ, വിശ്വാസം അതല്ലേ എല്ലാം, അല്ലെങ്കിൽ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. ഈ ക്യാമ്പയിൻ കമ്മ്യൂണിക്കേഷനൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തു, വിശ്വാസമായിട്ട് ട്രസ്റ്റുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അപ്പം വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറയുന്ന ആ ഒരു ക്യാമ്പയിൻ വളരെ സിമ്പിളാണ്. ഏതൊരാൾക്കും, ഏതൊരു സാധാരണക്കാരനും എളുപ്പത്തിൽ മനസ്സിലാക്കാനും എളുപ്പത്തിൽ ഓർമ്മയിൽ സൂക്ഷിക്കാനും പറ്റുന്ന ഒരു ക്യാമ്പയിൻ തന്നെയാണത്. അപ്പം നമ്മൾ ക്യാമ്പയിൻ ബിൽഡ് ചെയ്യുമ്പം ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന സിമ്പിളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഭാഷ, ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വാക്കുകൾ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഉണ്ട്, എൻട്രി എന്ന് പറയുന്ന എട്ടെക് ആപ്പിൻ്റെ. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഞാൻ പാതി എൻട്രി പാതി എന്ന് പറയുന്നത്. ഞാൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ വളരെ കാലഘട്ടങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ആ കമ്മ്യൂണിക്കേഷനെ ഒരു ക്യാമ്പയിൻ കമ്മ്യൂണിക്കേഷനായിട്ട് മാറ്റിക്കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ മനസ്സിൽ ഈസി ആയിട്ട് നിൽക്കുന്ന ഒന്നായി മാറി. അപ്പം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്യാമ്പയിൻ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി സിമ്പിൾ. ഈ ക്യാമ്പയിൻ കമ്മ്യൂണിക്കേഷൻ സിമ്പിളായിട്ട് ഡെവലപ്പ് ചെയ്താൽ മാത്രം പോരാ, ഇത് ആളുകളിലേക്ക് സ്ട്രോങ് ആയിട്ട് എത്തിക്കാനായിട്ട് പറ്റണം. അത് നമ്മളുടെ എല്ലാ പ്രൊമോഷണൽ ആക്ടിവിറ്റികളിലും അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ രീതിയിലുള്ള ഇൻട്രാക്ഷൻസിലും ഇത് ഉൾപ്പെടുത്താൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളുടെ ക്യാമ്പയിൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു സക്സസ് ആയിരിക്കും. ഇനിയുള്ള കാലഘട്ടത്തിൽ ഇലക്ഷൻ ആകട്ടെ, ബിസിനസ് ആകട്ടെ, അവിടെ ക്യാമ്പയിൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ക്യാമ്പയിൻ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ സിമ്പിളായിരിക്കണം. ആ സിമ്പിളായിട്ടുള്ള ക്യാമ്പയിൻ കമ്മ്യൂണിക്കേഷനെ പരമാവധി എല്ലാ ആക്ടിവിറ്റീസിലും എല്ലാ എഫേർട്ടിലും ഉൾപ്പെടുത്താനും കൂടെ ശ്രദ്ധിക്കണം.